മലയിൽ 2 മാസം നീണ്ടു നിന്ന ആ തീർത്ഥാടന കാലം പരിസമാപ്തിയിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. 19-ാം തീയതി വരെയാണ് ഈ ഭക്തർക്ക് ദർശനം ഉണ്ടാവുക. ഒപ്പം നാളെയാണ് മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എന്തായാലും ശബരിമലയിൽ 2 മാസം നീണ്ടു നിന്ന ആ മണ്ഡലകാലത്തിന് പരിസമാപ്തി ആവുകയാണ്. എന്തൊക്കെ ഭക്തർക്ക് എത്രാം തീയതി വരെയാണ് സന്ദർശനം ഉണ്ടാവുക? ഒപ്പം ഈ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്തിന് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അരുൺ? തീർച്ചയായും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ മാറിയിരിക്കുകയാണ്. 2 മാസക്കാലം കേരളത്തെ മലയാള നാടിനെ ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ടിരുന്ന ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയാകുകയാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും ചരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന, എവിടെ നോക്കിയാലും ഭഗവാന്റെ ഭക്തരെ കാണാൻ കഴിയുന്ന ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാകുകയാണ്. 19-ാം തീയതി വരെ മാത്രമായിരിക്കും ഭക്തർക്ക് ദർശനം ഉണ്ടാകുക. 19-ാം തീയതി രാത്രി 10 മണിയോടെ ഗുരുതി നടക്കും. അതിനു മുമ്പ് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ മാത്രമായിരിക്കും ഭക്തർക്ക് ദർശനം ഉണ്ടാകുക. 20-ാം തീയതിയാണ് തിരുവാഭരണ പേടകങ്ങൾ തിരിച്ച് ഇറങ്ങുക. അതോടൊപ്പം തന്നെ രാജപ്രതിനിധിയും തിരിച്ചിറങ്ങും. ഇതിനുശേഷം ഇതോടെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാകുക. എന്തായാലും ആ മണ്ഡലകാലത്തിൻ്റെ അത് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക. പന്തളത്തിൻ്റെ കളഭം, പന്തളം കൊട്ടാരത്തിൻ്റെ വകയായുള്ള കളഭം നടക്കുക. ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പവിത്രമായുള്ള ഒരു ചടങ്ങാണ്. ഉച്ചപൂജയ്ക്ക് സമയത്താണ് ഈ കളഭാഭിഷേകം നടക്കുക. അതിനുശേഷം വൈകിട്ട് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് രാത്രി ശരംകുത്തിയിലേക്ക് പോകും. അതും ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് ശബരിമല സന്നിധാനം പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനം ഒന്നാകെയുള്ളത്. മണിക്കൂറുകൾ വരുന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനാകൂ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരംകുത്തി വരെയും ഈ ഭഗവാനെ കാണാനെത്തുന്ന ഭക്തരുടെ ഒരു നീണ്ട നിരയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ മകരവിളക്കിനോടനുബന്ധിച്ച വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറ്റിയതോടെ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അണമുറിയാത്തൊരു ഭക്തജന പ്രവാഹം പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ തുടങ്ങിയ ആ ഭക്തജന പ്രവാഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇനി കേവലം ദിവസങ്ങളുടെ അകലം മാത്രമാണുള്ളത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാകാൻ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഉണ്ടാകുന്നു. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ശബരിമലയിലേക്ക് എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ വർധനയാണ് ഇക്കുറി ഉണ്ടായിട്ടുണ്ട്. അത് വരുമാനത്തിനും ആ ഒരു വർധനവ് കൃത്യമായി തന്നെ പ്രകടമാണ്. എന്തായാലും മകരവിളക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെയാണ് ശബരിമല സന്നിധാനം ഒന്നാകെ ഇപ്പോൾ കടന്നു പോകുന്നത്. ശരി അരുൺ, വിവരങ്ങൾ വ്യക്തമാണ്. അങ്ങനെ ശബരിമലയിൽ 2 മാസം നീണ്ടു നിന്ന ആ തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയാവാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അരുൺ കൊടുങ്ങൂരാണ് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.